ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. ഇന്ന് മാർച്ച് 28. മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർച്ച് 7-ാം തീയതിക്ക് ശേഷം നമുക്ക് റിലീസാവുന്ന ഒരു മൂവി, അതിന് ഒരു 21 ദിവസത്തെ കാത്തിരിപ്പുണ്ടെന്നും അത് മലയാളം കണ്ടതിൽ വെച്ച്, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസായിരിക്കുമെന്നും. ഇന്ന് ആ മൂവി റിലീസായിരിക്കുകയാണ്. ആ മൂവി കണ്ടതിന് ശേഷം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ആടുജീവിതം നോവൽ വായിച്ചവർക്ക് അറിയാം, ആ ഒരു മൂവി, അതിലെ ഒരു ലൈൻ അത് എത്രത്തോളം ഇൻസ്പയറിംഗ് ആണെന്ന്. ഭയങ്കരമായിട്ട് സങ്കടം. ബെന്യാമിൻ സാർ എഴുതിയ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബന്ധപ്പെട്ട് വന്നൊരു സിനിമയാണ് ആടുജീവിതം. 2008 റിലീസായൊരു നോവലാണ്. സത്യം പറഞ്ഞാൽ ആ നോവൽ വായിച്ചിട്ടില്ല, സത്യമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. പഠിക്കുന്ന സമയത്ത് നോവലിനെ പറ്റി കേൾക്കുകയും അതിൻ്റെ സ്റ്റോറിനെ പറ്റി ഒത്തിരി അറിയുകയും ചെയ്തിട്ടുണ്ട്. മൂവിനെ പറ്റിയുള്ള ജെന്യുവിൻ റിവ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ താഴെ സമയം കൊടുക്കാം, ആ സമയത്തിലോട്ട് ഡയറക്റ്റ് പൊക്കോ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ തിയേറ്ററിൽ ഞാൻ കരഞ്ഞില്ല. തിയേറ്ററിൽ ബ്ലെസ്സി സാർ പറയാൻ കിട്ടാനില്ലല്ലോ. ഏകദേശം 2008 തുടങ്ങിയ ഡിസ്കഷൻസ് ആണ് ആടുജീവിത മൂവിനെ പറ്റി. ബുക്ക് ഇറങ്ങിയതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും നടന്നിരുന്നു. 2009 ശേഷമാണ് അതിൻ്റെ വർക്കുകൾ ബ്ലെസ്സി സാർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അദ്ദേഹം അതിന് ശേഷം 1-2 മൂവീസ് ചെയ്തു, റിലീസായി. പിന്നീട് ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും കംപ്ലീറ്റ് ആ ഒരു മൂവി ഇറങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറേ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ ആണെങ്കിലും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്കതിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് മനസ്സിലായി. എനിക്കറിയത്തില്ല ഞാൻ എന്താണ് ഇത്ര ഇമോഷണൽ ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ പണ്ട് കുഞ്ഞിലെയൊക്കെ സിനിമ കണ്ടതിന് ശേഷം കരഞ്ഞിട്ടുണ്ട്. ഇതേ ബ്ലെസ്സി സാറിന് തന്നെ തന്മാത്രയും പളങ്കും അതുപോലെ കാഴ്ചയൊക്കെ കണ്ട് ഒത്തിരി കരഞ്ഞിട്ടുള്ള. പക്ഷേ അതിനുശേഷം മൂവി നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണെന്നും നമുക്ക് നമ്മുടെ 2.5 മണിക്കൂർ നമ്മളൊരു വേറെ ലോകത്തെത്തിക്കുന്നതുമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പിന്നീട് മൂവീസ് കണ്ടിട്ട് ഞാനധികം കരഞ്ഞിട്ടില്ല. ഇത് കണ്ട് തീർന്നതിന് ശേഷം വരെ ഞാൻ കരച്ചിൽ അടക്കി പിടിച്ചിരിക്കുമായിരുന്നു. എനിക്കറിയത്തില്ല ഇതെങ്ങനെ പറയണമെന്ന്. ഒന്നേ പറയാനുള്ളൂ, ആ റിയൽ ആയിട്ടുള്ള നജീബ്, ആ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്ന് ഞാൻ ഇന്ന് കണ്ടു. എനിക്കിതിന് പ്രത്യേകിച്ച് ഒരിതും പറയാനില്ല. ഡയറക്ടർ ബ്ലെസ്സി സാറ്, എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇത്രയും പവർഫുള്ളായിട്ട് നമ്മുടെ അടുത്ത് പറയാൻ സാധിച്ചിരുന്നതെന്ന്. അതിൽ പെർഫോമൻസിൻ്റെ ഉണ്ട് കേട്ടോ, പെർഫോമൻസിനുണ്ടെങ്കിൽ ഇല്ലെന്നല്ല. പക്ഷെ അദ്ദേഹം ഒരു ഷോട്ടിന് വേണ്ടി ഒരാഴ്ചയോളം എല്ലാ ദിവസവും ഷൂട്ടിങ് ചെയ്തിട്ടും പെർഫെക്ഷൻ ആവാതെ ഒരാഴ്ചയോളം അദ്ദേഹം വെയിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം അദ്ദേഹം വീൽ ചെയറിലാണ് അദ്ദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് വരെ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. ബ്ലെസ്സി സാറ് പറഞ്ഞത് അതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ഡിറക്ഷനെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ബെസ്റ്റ് മൂവി ഞാൻ കണ്ടതിൽ വെച്ച്, ഒത്തിരി മലയാള പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടതിൽ വെച്ച് ദ ബെസ്റ്റ് മൂവി. മലയാളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് ഞാൻ പറയും. കരച്ചിൽ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, അത് ഞാൻ അടുത്തത് പറയാം. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഞാൻ കുറച്ചൊന്ന് പെട്ടെന്ന് പറയാം. DOP ചെയ്തിരിക്കുന്ന സുനിൽ KS സാറ്, എനിക്ക് എല്ലാ ഷോട്ടും അതിൻ്റെ പെർഫെക്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ഷോട്ടുകളും ഒരു ഷോട്ടുണ്ട്, അത് ട്രെയിലറിലോ ടീസറിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിലൊരു ക്യാരക്ടർ നമസ്കരിക്കുന്നൊരു സീനാണ്, ധ്യാനിക്കുന്ന പോലത്തെ ഒരു സീനാണ്. ഒരു മരുഭൂമിയിൽ ഒരു കൂനയുടെ മുകളിൽ നിന്ന് ധ്യാനിക്കുന്ന സമയത്ത് ഒരു സൂര്യൻ പൊങ്ങി വരുന്നൊരു ഷോട്ടുണ്ട്. ഇമ്പോസിബിൾ. ഞാൻ ആ ഷോട്ടിന് ഇമ്പോസിബിൾ എന്നേ പറയത്തുള്ളൂ, അതിൻ്റെ അപ്പുറം അതിനൊരു വേർഡില്ല. 4-5 വർഷത്തോളം എടുത്തതിന് ഷൂട്ടിങ്, പല സമയങ്ങളായിട്ടാണ് നടന്നതെങ്കിലും 4-5 വർഷത്തോളം എടുത്ത ആ ഷൂട്ടിങ്, അതിൻ്റെ DOP സിനിമാറ്റോഗ്രഫിക്കൊന്നും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. DOP പറയുന്ന കൂട്ടത്തിൽ തന്നെ കളറിങ്ങും എഡിറ്റിങ്ങും എന്തായാലും പറയണം. എഡിറ്റർ ശ്രീകർ പ്രസാദ് എത്രയോ സിനിമകളിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാറാണ്. എഡിറ്റിംഗ് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ഉണ്ട്, അത് എടുത്ത് ഞാൻ പറയണം എന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രാൻസിഷൻ ഷോട്ട് ഉണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, ആ ഒരു ട്രാൻസിഷൻ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ സ്പോയിലർ ആകുമെന്നറിയില്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്ക്. മൂവി അതിൻ്റെതായ പെർഫെക്ഷനിൽ കാണുന്നു, പക്ഷേ എനിക്കത് പറഞ്ഞേ പറ്റൂ.
നജീബിൻ്റെ നാട്ടിലെ ജോലി മണൽ വാരുന്ന ജോലിയായിരുന്നു. അദ്ദേഹം മണൽ വാരി നായികയുമായിട്ട് മണലിൽ കിടക്കുന്ന സീനിൽ നിന്ന് അദ്ദേഹം മരുഭൂമിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നൊരു സീനുണ്ട്. ടോപ്പ് നോച്ച്. അതിൻ്റെ അപ്പുറം പറയാൻ എനിക്കറിയില്ല. നിങ്ങൾക്ക് വേർഡ് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒരു കമൻറ്റ് സെക്ഷനിൽ പറയണം. സിനിമയ്ക്ക് വേണ്ട കളർ ഗ്രേഡിങ്, ഞാൻ ഇപ്പോഴും പറയുന്നു, സിനിമ കളർ ഗ്രേഡിങ്ങിൻ്റെയൊക്കെ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇതുപോലത്തെ ചില വിഷ്വൽസ് കാണുമ്പോഴാണ്. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റിങ്, കളറിങ് ഞാൻ അതുപോലെ തന്നെ എടുത്ത് പറയണം. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് തന്നെ ആ ഒരു 2 ഡിപ്പാർട്ട്മെൻറ്റിനെയും പറ്റി പറയുന്നത്. ആർട്ട് നിങ്ങൾക്ക് അധികം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അധികമുള്ളതായിട്ട് തോന്നില്ല, പക്ഷേ ഇവിടെ ഒരു ആർട്ട് വർക്ക് വേണ്ടി വന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ സീൻസ് മരുഭൂമിയിലാണെങ്കിലും അവിടുത്തെ ഒരു ആട് മേയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ അതൊക്കെ ആർട്ടിൻ്റെ കഴിവ് തന്നെയാണ്. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നത്തക്ക രീതിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റിഫൈഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പടത്തിൻ്റെ ഏറ്റവും സോൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പ്രവർത്തിച്ച മ്യൂസിക് റഹ്മാൻ സാറ്. പെരിയോനെ എന്നുള്ള സോങ് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. ആ ഒരു സോങ് എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു ഞാൻ ഇരിക്കുന്നത്. അവരെവിടെ പ്ലേസ് ചെയ്യും, അത് ഏത് പോയിന്റിൽ പ്ലേസ് ചെയ്യും. അതിലെ ഓരോ പാട്ട് വരുമ്പോഴും ഞാൻ പെരിയോനെ സോങ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിന് മുമ്പുള്ള 2 പാട്ടുകളും പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊരു പാട്ടും വരുന്നുണ്ട്. വിശ്വാസം മീൻസ് നമ്മുടെ ഡിവോഷണൽ ഭാഗമായിട്ടൊരു പാട്ടും വരുന്നുണ്ട്. ഒരു സോങ് കേട്ടോ, സോങ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ട്യൂൺ മ്യൂസിക്കും വരുന്നുണ്ട്. ഈ പാട്ട് വരുമ്പോഴും ഞാൻ ആലോചിക്കും പെരിയോനെ ഇനി എവിടെ കൊണ്ടിടും. പക്ഷെ പെരിയോനെ അവരൊരു സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് ആ ഒരു പൊസിഷനിൽ നിന്ന് അവർ മാറ്റി എവിടെയെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അത് ചേരില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സീനിൽ അവർ ആ പാട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞൊരു ഷോർട്സ് വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഹാൻസ് സിമ്മർ സാറും റഹ്മാൻ സാറിനും അവർ രണ്ടുപേരെ കമ്പാരിസൺ ചെയ്തിട്ട് ഒരിക്കലും ഒരു വീഡിയോ ഇട്ടതല്ല. ഒരു ഹോളിവുഡ് മൂവിക്ക് വേണ്ടി രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു അർത്ഥത്തിലാണ് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. പക്ഷെ അതിൻ്റെ താഴെ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഹാൻസ് സിമ്മർ സാർ എവിടെ കിടക്കുന്നു, AR റഹ്മാൻ സാർ എവിടെ കിടക്കുന്നു എന്ന്. അതിനെനിക്കൊരു ആൻസറേ പറയാനുള്ളൂ. ഹാൻസ് സിമ്മർ സാർ എവിടെ കിടക്കുന്നു, റഹ്മാൻ സാർ എവിടെ കിടക്കുന്നു അല്ല. ഹാൻസ് സിമ്മർ സാർ ഓഫ് കോഴ്സ് ലെജൻഡ് തന്നെയാണ്. പക്ഷെ റഹ്മാൻ സാറിൻ്റെ ഒരു സാധനമുണ്ട് മോനെ, അത് വരില്ലടാ. അതൊന്നും നമ്മുടെ ആത്മാവിനെ തൊടുന്ന മ്യൂസിക് ഇല്ലേ, അത് റഹ്മാൻ സാറിനറിയാം. എവിടെ കൊടുക്കണം, എവിടെ എന്ത് സാധനം വരണം, അവിടെ അത് പെടയ്ക്കണം. അത് റഹ്മാൻ സാറിനറിയാം. ആ മെൻഷൻ ചെയ്തവൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ മൂവി എന്തായാലും പോയി കാണണം. കണ്ടിട്ട് ഇതിന് താഴെക്കൊന്ന് ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലൊന്ന് നീ പറയണം കേട്ടോ. മ്യൂസിക് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയണം, സൗണ്ട് റെക്കോർഡിങ് റസൂൽ പൂക്കുട്ടി സാറും പിന്നെ വേറൊരു സാറും ഉണ്ട്. ഒരു കുപ്പിയുടെ സീനിൽ വരെ അദ്ദേഹം എത്ര മൈന്യൂട്ടായിട്ടാണ് സൗണ്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. ദ ലാസ്റ്റ് പെർഫോമൻസ്. ഇവിടെ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും കേട്ടോ, എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ നേരത്തെ ഞാൻ കരഞ്ഞെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. രാജുവേട്ടൻ്റെ ആ ഒരു സീൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സീനുണ്ട്. അദ്ദേഹം വണ്ണം കുറഞ്ഞ് വരുന്ന, ഞാനൊക്കെ ആ ഒരു സീന് വേണ്ടി സത്യമായിട്ടും എക്സ്പെക്ട് ചെയ്തിരിക്കുമായിരുന്നു. കാരണം രാജുവേട്ടൻ്റെ ഫിസിക് എത്രത്തോളമാണെന്ന് ഞാൻ സ്ക്രീനിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാരത്തിന് 3 കുറച്ചത് എനിക്ക് സ്ക്രീനിൽ കാണണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. ഞാൻ മാത്രമല്ല, കണ്ട എല്ലാവരും, അന്നത്തെ തിയേറ്ററിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇമ്പോസിബിൾ. നിങ്ങൾക്ക് മസിൽ വെപ്പിക്കാൻ പറ്റും, നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും, സൗന്ദര്യം വെക്കാൻ പറ്റും. പക്ഷേ മെലിഞ്ഞുണങ്ങി ഇതുപോലത്തെ ഒരു ശരീരം വെപ്പിക്കണമെങ്കിൽ രാജുവിൻ്റെ ഫിസിക്ക് നമുക്കറിയാം. അദ്ദേഹം എത്രത്തോളം ഫിറ്റാണെന്നും എത്രത്തോളം ഹാർഡായിരിക്കും അദ്ദേഹം ആ ഒരു ലീൻ ബോഡിയിലോട്ട് വരാൻ എന്നും നമുക്കറിയാം. വെയർ ബോഡിയാണ് കേട്ടോ. അതായത് അദ്ദേഹം ഡ്രസ്സ് അഴിച്ച് കളയുന്നൊരു സീനാണ്. ഇങ്ങനെയായടോ, എനിക്കറിയത്തില്ല. അദ്ദേഹം സ്പോയിലർ ആകും, എനിക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കും സീനും പ്രതീക്ഷിച്ചായിരിക്കും പോണത്. അദ്ദേഹം ഇങ്ങനെയായി എനിക്കറിയില്ല. ഞാൻ എന്താ പറയുന്നത് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. എനിക്ക് സ്പോയിലർ ആകുമോ എന്ന് എനിക്കറിയില്ല. സ്പോയിലർ ആകുവാണെങ്കിൽ ഞാൻ ആ ഒരു സമയം ഞാനിവിടെ കൊടുക്കാം. മൂവി കണ്ടവർ മാത്രമേ ഈ ഒരു ഭാഗം കണ്ടാൽ മതി കേട്ടോ. രാജുവേട്ടൻ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോലീസ് പിടിക്കുമെന്ന് സ്വാഭാവികമാണ്. ഗൾഫ് കൺട്രികളിലൊക്കെ എല്ലാ കൺട്രികളിലും അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പാസ്പോർട്ടൊന്നും ഇല്ലല്ലോ. ആ ഒരു സീനിൽ അദ്ദേഹം ഒരു ട്രോമയിൽ നിന്ന് വന്നതാണ്. ഒരു കിടിലം ട്രോമയിൽ നിന്ന് മരണത്തെ കണ്ടിട്ട് വന്നതാണ് അദ്ദേഹം. ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ചേഞ്ചുകൾ, അദ്ദേഹത്തെ പറ്റിച്ചുകൊണ്ട് പോയ അറബി, അദ്ദേഹം വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നിന്റെ സ്പോൺസർഷിപ്പ് തെളിയിക്കാനുള്ള രേഖകളൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നീ രക്ഷപ്പെട്ടു, അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്. അപ്പം രാജുവിൻ്റെ ഒരു അഭിനയം ഉണ്ടോ, പറയാൻ വാക്കുകളില്ല. ഞാൻ അതുവരെ പിടിച്ചു നിരുന്ന എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വന്നു. രാജുവേട്ടനൊരു പേടിക്കുന്നൊരു സീനുണ്ട്. എടാ എന്ത് മനുഷ്യനാത്, എനിക്കതൊന്നും പറയാനില്ല. ലിറ്ററലി ഞാൻ കരച്ചിൽ
സഹിച്ചിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത്. ചിലപ്പം രാജുവേട്ടനേക്കാളും ഒക്കെ നല്ലപോലെ പെർഫോമൻസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. പക്ഷെ ഈ ഒരു റോള് ചെയ്തത് എനിക്ക് ഇനി അത് രാജുവേട്ടനിൽ നിന്ന് മാറ്റി വേറൊരാൾ ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന അദ്ദേഹം മരുഭൂമിയിൽ സർവൈവ് ചെയ്യുന്ന സീനുകളിലേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ട്രോമ സീനാണ്. അദ്ദേഹം പേടിച്ച് ട്രോമയിലാവുന്നൊരു സീൻ ഓർത്താൽ ഞാൻ കരഞ്ഞു പോകുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നത്. അതിൽ രാജുവേട്ടൻ ഒരു ഗംഭീര പെർഫോമൻസ് എനിക്ക് കാണാൻ സാധിച്ചു. നമുക്കൊരു ഹൃദയം, നമുക്കൊരു ആത്മാവുണ്ടെങ്കിൽ അവിടെ ആ ഒരു സോളിൽ പോയി മ്യൂസിക്കും വിഷ്വലും പോയി തൊട്ടിട്ട് വരും. ഞാൻ ഒരു റിവ്യൂ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകത്തില്ല. സീരിയസ്ലി ഞാൻ മൂവി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ആ സ്ക്രീനിൽ തന്നെ മാത്രം നോക്കി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല പെർഫോമൻസ് ബാക്കിയുള്ളവർ ഞാൻ പറയാം, ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. താങ്ക് യു ഫോർ ഗിവിങ് ദിസ് മൂവി, താങ്ക് യു ഫോർ ദ മൂവി ബ്ലെസ്സി സാർ. രാജുവേട്ടനെ മാത്രം പറഞ്ഞാൽ പോരാ, അതിൽ ഹക്കീം എന്ന് പറയുന്നൊരു പയ്യനായിട്ട് അഭിനയിച്ച ഒരു ഗോകുൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ എനിക്കത് 10-25 വയസ്സെടുത്തേ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സൂപ്പർബ് അഭിനയമാണ്. രാജുവേട്ടനെ പോലെ തന്നെ ട്രാൻസ്ഫോർമേഷനും ഇമോഷൻസും എല്ലാം ഒത്തുവരുന്ന ഒരു ക്യാരക്ടറാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇബ്രാഹിമിൻ്റെ ക്യാരക്ടർ ചെയ്ത അദ്ദേഹവും സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമല പോൾ ആണെങ്കിലും, ഒരു ക്രൂരനായിട്ടുള്ള അറബി ആണെങ്കിലും, രക്ഷിച്ചൊരു അറബി ആണെങ്കിലും, അമ്മയായിട്ട് അഭിനയിച്ച ശോഭാ മോഹൻ ചേച്ചി ആണെങ്കിലും, എല്ലാവരും നല്ല ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊക്കെ അറിയാവുന്ന എത്രയോ പേര് ഗൾഫ് കൺട്രികളിലുമൊക്കെ പോയി സർവൈവ് ചെയ്യുന്നുണ്ടല്ലേ. അവർക്കൊക്കെ ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെയാണ് ഈ ഒരു മൂവി. ഈവൻ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ കൂടെ പോയിട്ടുള്ളവരുണ്ടായിരിക്കും. പക്ഷേ സ്വന്തം കുടുംബത്തെ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കുന്നവരുടെ, ഈവൻ ഞാനും ഒരു വർഷം അങ്ങനെ ജീവിച്ചിട്ടുണ്ട് ഗൾഫ് കൺട്രി അല്ലെങ്കിൽ പോലും. അപ്പോൾ ഞാൻ എത്രത്തോളം മിസ് ചെയ്തു, എനിക്കപ്പോൾ തോന്നിയ കുറച്ച് ഇമോഷൻസ് ഉണ്ട്. എനിക്കതെല്ലാം ഇവിടെ കിട്ടിയത്. അതുകൊണ്ടായിരിക്കും ഞാൻ കരഞ്ഞു പോയത്. അതുകൊണ്ടായിരിക്കും ഞാൻ ഈ റിവ്യൂ എടുക്കുമ്പോൾ കരഞ്ഞത്. റിവ്യൂ കാണാതെ തന്നെ പോയി കാണടാ. ഇതിൻ്റെയൊക്കെ റിവ്യൂ ആരും പറഞ്ഞു കേട്ടിട്ട് പോയി കാണേണ്ട ഒരു പടമല്ല. നമ്മുടെയൊക്കെ ലൈഫിൽ, ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ എടുത്തു വെച്ചിരിക്കുന്ന, ഇമോഷണലി എല്ലാ രീതിയിലും കണക്ട് ചെയ്ത്, മ്യൂസിക് വൈസ് നമ്മളെ വേറൊരു തലത്തിൽ കൊണ്ടുപോയി, വിഷ്വലി നമ്മളെ പിടിച്ചിരുത്തി, പെർഫോമൻസിൽ നമ്മളെ വിസ്മയിപ്പിച്ച ആ ഒരു സിനിമ. അങ്ങനെ ഞാൻ ആടുജീവിതത്തിനെ വിശേഷിപ്പിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ കുടുംബമൊക്കെ ആയിട്ടാണ് പോയി കണ്ടത്. എൻ്റെ അച്ഛനും അമ്മ, ചേട്ടൻ, ചേച്ചി, ഞങ്ങൾ 5 പേരും കൂടിയാണ് പോയി കണ്ടത്. നിങ്ങളും ഇത് ഫാമിലിയായിട്ട് പോയി കാണണം, എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കണം. ഈ ഒരു മൂവി കണ്ടില്ല എങ്കിൽ പിന്നെ നിങ്ങളൊന്നും കാണണ്ട. നിങ്ങളൊരു മൂവി ലവറല്ല, മൂവി കാണാൻ ഇഷ്ടപ്പെടുന്നവരല്ല, മൂവിനെ ഇഷ്ടപ്പെടാത്തവരാണെന്ന് ഞാൻ പറയും. അവസാനമായിട്ട് ഞാൻ പറയാം, നജീബ് എന്നൊരു വ്യക്തി, അദ്ദേഹം കടന്നുപോയൊരു സിറ്റുവേഷൻസ് ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക്. സിനിമയുടെ അവസാനവും നോവലിലും പറയുന്ന ഒരു വാചകം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം: നാം അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. താങ്ക് യു ഫോർ ദ മൂവി. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിലും മൂവി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം താഴെ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ അവരോട് മൂവി പോയി കാണാൻ പറയുക, എന്നിട്ട് ഈ മൂവി റിവ്യൂ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള മൂവിനെ പറ്റിയുള്ള എൻ്റെ റിവ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.